നടി റിനി ആൻഡ് ജോർജിന്റെ സമൂഹ മാധ്യമ അധിക്ഷേപ പരാതിയിൽ കർശന നടപടിയെടുക്കാൻ ഡിജിപിയുടെ നിർദ്ദേശം. ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ്. പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് റിനു, ഇന്നലെ ഈ യുവനടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഇതൊരു സംഘടിതമായ ആക്രമണം, പൊള്ളേണ്ടവർക്ക് പൊള്ളിയപ്പോൾ അവർ പെയ്ഡായി തനിക്കെതിരെ ആക്രമണം നടത്തുന്നു, അത് കമന്റുകളും പോസ്റ്റുകളും ഒക്കെയായി എന്നാണ്. പല പ്രമുഖരുടെയും പേരിലാണ് ഈ പരാതി വന്നിരിക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുണ്ട്, ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുണ്ട്, പല ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിരിക്കുന്ന ആളുകൾക്കെതിരെയുണ്ട്. എന്താണ് ഇനി പോലീസിന്റെ നടപടി? ഏത് രീതിയിലാവും? ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് റിനി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എറണാകുളം റൂറൽ എസ് പിക്കും അതുപോലെ മുനമ്പൻ ഡിവൈഎസ്പിക്കും പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് താൻ നേരിടുന്നത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പ്രധാനമായും ക്രൈം നന്ദകുമാർ, ഷാജൻ സ്കറിയ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ തുടങ്ങിയവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ ഓൺലൈൻ ചാനലിന്റെ ലിങ്ക് അടക്കമാണ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ DGP ഇപ്പോൾ ഒരു കർശന നിലപാടിലേക്ക് പോയിരിക്കുന്നു. ശക്തമായിട്ടുള്ള നടപടിയെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ എവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. കർശന നടപടി എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് DGP നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുകൾ പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അന്നു മുതൽ റിനിക്ക് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. സംഘടിതമായി ഇവർക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, അവർ സംഘടിതമായി തന്നെ ഇത്തരത്തിൽ രഹസ്യമായിരുന്ന് തലയില്ലാത്ത രൂപങ്ങളായി വന്ന് ആക്രമിക്കുന്നു എന്നുള്ളൊരു പരാമർശം കഴിഞ്ഞ ദിവസം റിനി നടത്തിയിരുന്നു. എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ റിനിയും തീരുമാനിച്ചിരിക്കുന്നത്. DGP ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ റിനിയുടെ പരാതിയെ തുടർന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോകുൽ, ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജാണ് തനിക്ക് നേരെ സൈബർ ആക്രമണം എന്ന പരാതി നൽകിയത്. ഏതായാലും ഇതിൽ പ്രത്യേകം കേസുകളെടുത്ത് ഓരോ പരാതിയിലും അന്വേഷണം നടത്താനാണ് ഇപ്പോൾ DGPയുടെ നിർദ്ദേശം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.